അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ തണ്ണീർമുക്കം ബണ്ടിൽ പോയി. തണ്ണീർമുക്കം ബണ്ടിനെ കുറിച്ച് അറിയാലോ അല്ലേ? നമ്മുടെ കുട്ടനാട്ടിൽ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ കെട്ടിയ ഒരു തടയാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിൻ്റെ കുറുകെയാണ് അത് കെട്ടിയിരിക്കുന്നത്. 1958 സ്റ്റാർട്ട് ചെയ്ത ഇതിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആയത് 1975 ഇതാ നോക്ക്, എന്ത് രസമാണെന്നറിയോ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. വൈകിട്ട് ഒരു 5-6 മണിക്ക് ശേഷം, അതായത് വെയിലൊക്കെ പോയതിന് ശേഷം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ്. മാത്രമല്ല ഇവിടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കൂടെയാണ്. പിന്നെ എന്താ നോക്ക്, ആകാശവും കായലും ഏകദേശം എന്താ പറയുക, ട്വിൻ സിസ്റ്റേഴ്സിനെ പോലെ ഉണ്ട്. ഒരു ഹാഫ് സർക്കിളിൽ ആകാശവും ഹാഫ് സർക്കിളിൽ നമ്മുടെ കായലും. ഇത് കണ്ടാൽ തന്നെ ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിനൊരു പ്രൂഫായില്ലേ. പിന്നെ ദാ ഇവിടെ ധാരാളം കുട്ടി കുട്ടി ഷോപ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ പക്ഷേ ആക്റ്റീവ് ആകുന്നത് സന്ധ്യയ്ക്ക് ശേഷമാണ്. സന്ധ്യയ്ക്ക് ശേഷം പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. മ്യൂസിക് ഉണ്ട്, പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ലൈറ്റ്സ് ഉണ്ട്, ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. പിന്നെ ഇതാ ഈ തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം ആലപ്പുഴ ജില്ലയും പിന്നെ തൊട്ടടുത്ത കോട്ടയം ജില്ലയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡും കൂടിയാണ്. പിന്നെ ഇവിടെ കായൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളവർക്ക് ഷിക്കാരി വള്ളങ്ങളും സ്പീഡ് ബോട്ടും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ കായലിറങ്ങാൻ മാത്രം ബ്രേവ് അല്ല, അതുകൊണ്ട് കരയ്ക്കിരുന്നുള്ള കാഴ്ചകൾ മാത്രമേ കാണാറുള്ളൂ. പിന്നെ ഇവിടെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് കക്കയിറച്ചി, കപ്പ, കരിമീൻ, വരാൽ, ഇതൊക്കെ നമുക്ക് കുക്ക് ചെയ്തത് മാത്രമല്ല, നമുക്ക് ജീവനോടെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാനും പറ്റും. അപ്പോൾ ഒരു തവണ നിങ്ങളും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. ഇതൊന്നും പറഞ്ഞു കേട്ട് അറിയേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ അനുഭവിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ടൂഡൽസ്.